ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് വിഷസ് നേർന്നു ഫസ്റ്റ് തന്നെ. അപ്പം ഇന്ന് ഞാൻ ആക്ച്വലി പള്ളിയിൽ പോകുന്നില്ല. പള്ളിയിൽ പോകുമ്പോൾ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയും പിന്നെ ജസ്റ്റ് പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഞാനൊരു ഇൻവേർട്ടറാണ്. അപ്പം എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് ഫസ്റ്റ് തന്നെ. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വന്നതേ ഉള്ളൂ. വന്ന് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഞാൻ ക്രിസ്മസ് നെയിൽസ് ചെയ്തത്, പക്ഷേ എൻ്റെ ഒരു നെയിൽ ചാടിപ്പോയി ഉറങ്ങി നീറ്റപ്പോഴത്തേക്കും. അപ്പോൾ അതും കൂടെ ഒട്ടിക്കാനുണ്ട്. ഞാൻ സ്വന്തമാണ് ചെയ്തത്, കാരണം എനിക്കിത് ഒത്തിരി നാൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. ആകെ 2-3 ദിവസത്തെ ലീവേ ഉള്ളൂ. അപ്പം അന്നേരം എനിക്ക് 2-3 ദിവസത്തേക്ക് മാത്രം മതി. ഓക്കെ, അപ്പോൾ അതൊന്ന് തിരിച്ച് ഒട്ടിക്കാനുണ്ട് ഒരെണ്ണം. പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പവും ബീഫ് കറി ഉണ്ടായിരുന്നതല്ല, അപ്പത്തിന് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പത്തിൻ്റെ മാവ് എന്തോ കഷ്ടകാലത്തിന് പൊന്തിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് പൊടിച്ച് പൊന്താത്തതുകൊണ്ട് നമ്മൾ ആദ്യം മേക്കപ്പ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ഇങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം എന്നുള്ള ചിന്തയിലാണ്. പിന്നെ ഇത് കണ്ടോ, എൻ്റെ ഹെയർ ബാൻഡ് എങ്ങനെയുണ്ട്, നല്ല ക്യൂട്ടായിട്ടില്ലേ? ആൻഡ് എൻ്റെ ക്രിസ്മസ് PJ ഞാൻ ഇത് താഴെ ഫോൺ കുത്തി വെച്ചേക്കും. അപ്പോൾ ഞാൻ എഴുതി ഞാൻ മനസ്സിലാക്കില്ല നിങ്ങൾക്ക്. പക്ഷേ കണ്ടോ, എൻ്റെ ക്രിസ്മസ് PJ ഞാൻ ക്രിസ്മസിനിടാൻ വേണ്ടി മാത്രം മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ നല്ല എൻ്റെ മേക്കപ്പ് ചെയ്യാൻ, ബിക്കോസ് ഇവിടെ ലൈറ്റ് കുറവാണ്. ലൈറ്റുള്ള എവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊതുവെ ഇപ്പോൾ ഇന്ന് വലിയ ലൈറ്റൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് എവിടെ നിന്ന് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആദ്യം പോയൊരു സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളല്ല, ഞാൻ. അപ്പോൾ ഞാൻ പോയ നെയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ മിറർ എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ഫോണിലൊക്കെ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രൈമർ ഇടാം. ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ്. പിന്നെ ഇന്നത്തെ എല്ലാം ഇട്ട് വെക്കാം. അതിനകത്ത് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ അത് പകുതി പോലെ ഞാൻ ഉപയോഗിക്കുന്ന പോലല്ല. അതുകൊണ്ട് നമുക്ക് ഒരു സാധനം തപ്പിയെടുക്കണേ കുറച്ച് പാടാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമർ കളർ ബാൻഡ്. ഇതിൻ്റെ ലുക്കൊക്കെ കണ്ട് ഞാൻ നിങ്ങളൊന്നും എവിടെയൊന്നും ആക്രിക്കടയിൽ കിട്ടിയിരുന്നു. പക്ഷെ അല്ല, ഇതിനകത്ത് കിടന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ ആയി പോയതാണ്. കാരണം ഞാനൊന്നും എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞതൊന്നുമല്ല കേട്ടോ. ഞാൻ ഈ അടുത്തെല്ലാം ഞാൻ നാട്ടിൽ പോയി മേടിച്ചതാണ്. നമുക്ക് കുറച്ച് പ്രൈമർ ഇട്ട് കൊടുക്കാം. എൻ്റെ ഫേസ് കുറച്ച് ഓയിലി ഫേസാണ്. ഓയിലി അല്ല, ആക്ച്വലി കോമ്പിനേഷൻ ആണ്. അപ്പം ഞാനും പക്ഷേ യൂസ് ചെയ്യുന്നത് ഒരു മാറ്റിഫൈങ് ആയിട്ടുള്ള പ്രൈമറാണ്. ഈ പ്രൈമറൊന്നും എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതല്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വക കൊണ്ടുവരാണെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നത്. ഇല്ലതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് എന്തിനാ കുറയ്ക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. അത് മതി. ഓക്കെ, അപ്പം പ്രൈമർ ഇട്ട് കഴിഞ്ഞു. നമുക്ക് എന്തിനാ കൺസീലർ. എനിക്ക് ആക്ച്വലി 2 കൺസീലറുണ്ട്. രണ്ടും ഞാൻ ഉപയോഗിക്കുന്നത് മെബിലിൻ്റെ ആണ്. മെബിലിൻ്റെ ഈ ഒരു കൺസീലറും ഈ ഒരു കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ ആക്ച്വലി ഇവിടെ പൊട്ടുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതായിരിക്കും. ഇതെൻ്റെ ലൈറ്റ് ഷെയ്ഡുമാണ്, ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡുമാണ്. ഞാൻ രണ്ടും മിക്സ് ചെയ്യും. പിന്നെ ചില ഭാഗത്ത് ഞാൻ ഇത് തന്നെ ഉപയോഗിക്കും, ചില ഭാഗത്ത് ഇത് മാത്രം ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓരോ ദിവസം എനിക്ക് എന്താണോ അന്ന് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈ സാധനം ആദ്യം എനിക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെയൊക്കെ എൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് ഡാർക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അവിടെയൊക്കെ ഞാൻ ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്യാറ്. ഇതാണ് കുറച്ചുകൂടെ ഷെയ്ഡ് കറക്റ്റായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ മുകളിലും ഡാർക്ക് സർക്കിൾസ് ആവശ്യത്തിൽ അധികം ഉള്ളത് കൊണ്ട് അവിടെ ഞാൻ ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്.
പിന്നെ ഈടെയും. പിന്നെ ഈ കുറച്ച് ലൈറ്റായിട്ടുള്ള ഭാഗത്ത് ഞാൻ ഈ കൺസീലർ യൂസ് ചെയ്യും, ഈ ലൈറ്റ് ഷെയ്ഡ്. ആക്ച്വലി ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഇത് ഇങ്ങനെ തൂത്തിട്ട് രണ്ടാമത്തെ കൺസീലർ യൂസ് ചെയ്യും. ഞാനത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് എനിക്ക് അടുത്ത കൺസീലറും കൂടി ഇട്ടിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. ഞാൻ അതുകൊണ്ട് ഇത് ആദ്യം അങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി, കൺസീലർ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും എൻ്റെ ഹാൻഡ്സാണ് ഉപയോഗിക്കാറ്. ബിക്കോസ് കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പം നല്ല വൃത്തിയിൽ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ആക്നി മാർക്കൊക്കെ ഒന്ന് ഒതുങ്ങി, പക്ഷെ എന്നാലും കാണാം. അതാണല്ലോ ഒരു നാച്ചുറൽ ലുക്ക് എന്ന് പറയുന്നത്. മറ്റേ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും. ഇതൊന്നും നമുക്ക് കാണുകയും ചെയ്യാം, എന്നങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കത്തുള്ളൂ. കഴുത്തേൽ ഞാൻ കൺസീലർ ഇടാറില്ല, ജസ്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും. ഞാൻ ആക്ച്വലി മേക്കപ്പ് ചെയ്ത അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല, കാരണം എനിക്കിപ്പോഴും മേക്കപ്പ് ചെയ്യാനൊന്നും കറക്റ്റ് അറിയത്തില്ല. ഞാൻ എൻ്റെ ഫേസ് തന്നെ ഇങ്ങനെ ചെയ്ത് പഠിക്കുകയാണ്. കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി അടുത്ത ഫൗണ്ടേഷൻ ഇടാം. ഇതാണ് എൻ്റെ ഫൗണ്ടേഷൻ. എൻ്റെ കയ്യിലുള്ള കൂടുതൽ സാധനങ്ങളും മെബിലിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് മെബിലിൻ്റെ തന്നെ ഒരു സൺ ബേജ് എന്ന് പറയുന്ന ഒരു ഇത് ഫൗണ്ടേഷൻ. അതാണ് എൻ്റെ ഷെയ്ഡ്. ഓക്കെ, അപ്പം ഇത്രയും മതി. ഇതിന് നമുക്കിങ്ങനെ ഡോട്ടായിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, പിന്നെയാണ് ഇത് അസുഖം നൽകേണ്ടത്. ഇനി അത് കഴിഞ്ഞ് ഞാനൊരു ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാറ്. ബിക്കോസ് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പം ബ്യൂട്ടി ബ്ലെൻഡർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ആക്ച്വലി സമയം നല്ലോണം പോയി. അരമണിക്കൂറും കൂടി ഉള്ളൂ എനിക്ക് പള്ളിയിലെത്താൻ. ഞാൻ ഏത് ഡ്രസ്സ് ഇടുന്നു ഇതുവരെ തീരുമാനിച്ചില്ല. ആക്ച്വലി ഞാനൊരു ക്രിസ്മസ് ഡ്രസ്സ് ഇടാന്ന് വിചാരിച്ചത്, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. അപ്പോൾ ഞാൻ ഇതുവരെ ഡ്രസ്സ് പോലും തീരുമാനിച്ചില്ല. അപ്പോൾ അതിന് മുന്നേ നമുക്ക് മേക്കപ്പ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ആൻഡ് ഡ്രസ്സ് സെലക്ട് ചെയ്യാനുണ്ട്, ഫുഡ് കഴിക്കാനുണ്ട്, പിന്നെ ഇവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് പോവാൻ. എന്തായാലും ലേറ്റ് ആവുന്ന ഉറപ്പായി. എന്തോരം ലേറ്റ് ആവുന്നതാണ് അറിയാത്തത്. നമുക്ക് ഹൈലൈറ്ററും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കാം. കുറച്ച് കൂടി പോയി തോന്നും. ഓക്കെ,
கொஞ்சம் ஓவராக தெரியலே. ഞാൻ എൻ്റെ ഫോണൊന്ന് മാറ്റി. എൻ്റെ ഫോൺ ആക്ച്വലി സ്റ്റോറേജ് തീർന്നു. അപ്പം ഞാൻ വേറെ ഫോണിലേക്ക് റെക്കോർഡ് ചെയ്തു. പക്ഷേ ഇത് കുറച്ചും കൂടി നല്ല ഫോണാണ്, അതുകൊണ്ടൊരു കുറച്ചും കൂടി വൃത്തി തോന്നുമായിരിക്കും. ഈ ഹൈലൈറ്റ് നമുക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ തേച്ച് തീർക്കാം. കാരണം ഞാൻ എടുത്ത് ഇച്ചിരി കൂടി പോയി. ഞാൻ സംസാരിക്കുന്നത് അതിനകത്ത് കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല. ബിക്കോസ് ഇപ്പം ഞാൻ കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. ബാക്കി ഹൈലൈറ്റർ എനിക്ക് ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇട്ട് തീർക്കാം. അവിടെ ഇതൊന്നും എന്താ ചുമ്മാ കയ്യിൽ തിരുമ്പി തീർക്കാം. ഓക്കെ, ഇനി ഞാൻ ഐ ഷാഡോ ഒക്കെ ഇടണമെന്ന് വെച്ചു. പക്ഷെ എനിക്ക് സമയമില്ലാത്തത് ജസ്റ്റ് ഐലൈനർ മാറ്റി വെക്കാം. ലിപ്സ്റ്റിക് പിന്നെ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ ഹെയറൊക്കെ സ്ട്രൈറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് അതിനുള്ള സമയമൊന്നും ഇല്ല. പക്ഷെ എത്ര മേക്കപ്പ് ചെയ്താലും നമ്മുടെ ഹെയർ കൊളാണെങ്കിൽ ഫുൾ ലുക്ക് കൊളാണ്. ഇറ്റ്സ് ഓക്കെ. ലേറ്റായിട്ട് പള്ളിയിൽ പോകാൻ പറ്റില്ലല്ലോ. അല്ല, ലേറ്റ് എന്തായാലും പക്ഷെ ഒത്തിരി ലേറ്റ് ആകാൻ പറ്റില്ലല്ലോ. ആദ്യമായിട്ട് ഞാൻ ഇത്ര സ്പീഡിൽ ഒരു കണ്ണ് എഴുതി തീർക്കുന്നത്. ഏതാണ്ടൊക്കെ ഒരേപോലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മതി. ഓക്കെ, ലിപ്സ്റ്റിക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എഴുതുന്നില്ല. ലിപ്സ്റ്റിക്ക് നമുക്ക് കാരണം ഞാൻ എൻ്റെ ഐഷാഡോ പാലറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല. എൻ്റെ ഹെയർ ആണ് എനിക്ക് ഏറ്റവും വലിയ പണി. അതെനിക്ക് എന്ത് കാണിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് സ്ട്രെയിറ്റ് ആയിരിക്കും. ബിക്കോസ് അവിടെ വൃത്തിയിലായതുകൊണ്ട് ഭയങ്കര വൃത്തിയിടാം. ബാക്കി പിന്നെ വലിയ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പോണിറ്റെയിൽ ഇടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണിക്കാം. ഫുള്ള് രീതിയിലായിട്ട് കാണിക്കാനുള്ള സമയമില്ലാതായിപ്പോയി. ഓക്കെ, സോ ഞാൻ റെഡി ആയി. ലിപ്സ്റ്റിക്കും കൂടി ഇടണം. പക്ഷേ ദിസ് ഇസ് മൈ ക്രിസ്മസ് ഔട്ട്ഫിറ്റ്. ഇത് ഫുള്ള് കാണണമെങ്കിൽ ഞാൻ എന്തോരം ബാക്കോട്ട് പോയി കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം. ബട്ട് എനിവേ, സോ ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഓക്കെ, ഇനിയിപ്പം നമുക്ക് ജസ്റ്റ് ലിപ്സ്റ്റിക്കും കൂടി ഇടണം. മുടി ഞാൻ അഴിച്ചിടുന്നതിനെ പറ്റി എനിക്ക് അത്ര നല്ല അഭിപ്രായം ഇല്ല. ബിക്കോസ് ഓൾറെഡി എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസിയാണ്. എൻ്റെ മുടി ഞാൻ അഴിച്ചിട്ടിട്ട് കൂടെ പോയി കഴിഞ്ഞാൽ കാറ്റൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഭയങ്കര വൃത്തികേടായിരിക്കും. ആൻഡ് ഈ 2 ലിപ്സ്റ്റിക്കും കൂടെ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാൻ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മിററിൽ നോക്കിയാൽ ഒരു സന്തോഷം കിട്ടില്ല. ബിക്കോസ് അതാണ് എൻ്റെ ഒറിജിനൽ കളർ. ഇത് ഓക്കെയാണ്. ബട്ട് തോന്നുന്നു ഒരു ഇച്ചിരി ഒരു ഡാർക്കും കൂടെ വന്ന രസം ഉണ്ടാവും ചിലപ്പോൾ നല്ല. ഇത് 2 ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഓക്കെ. അപ്പോൾ കഴിഞ്ഞു. ഈ മുടി ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് ഈ ഫ്രണ്ട് ഇവിടെ മാത്രം ഞാനൊന്ന് സ്ട്രെയിറ്റ് ചെയ്തു. ബിക്കോസ് ഇല്ലെങ്കിൽ ഇത് ഭയങ്കര വൃത്തിയാണ്. ഈ ഒരു പോർഷൻ മാത്രം. അപ്പം അഴിച്ചിടണോ? ഇപ്പം ഇത് വലിയ കുഴപ്പമില്ല. ബാക്കും അറിയത്തില്ല. കെട്ടിവെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി വലിയ വൃത്തിയൊന്നുമില്ല. ഈ 2 ഹെയർ രണ്ടോടൊക്കെ ഇത് ഭയങ്കര ടൂ മച്ച് ആയിപ്പോയി.
കുറച്ച് ലെങ്ത് കുറവായിരുന്നെങ്കിൽ ഇതിനെ ഫ്രണ്ടിലോട്ടൊക്കെ ഇടായിരുന്നു. പിന്നെ ഇതിൽ കുഞ്ഞു പീസ് എടുത്ത് ലെങ്ത് കൂടുതലാണെങ്കിലും അങ്ങോട്ട് ഇട്ടാലോ എന്നുണ്ട്. ഒരു ഇത്രയും അങ്ങ് എടുത്തിട്ടിട്ട് ഇങ്ങനെ വേണേക്കാം അല്ലേ? ഓക്കെ, എന്നാൽ പിന്നെ ഇത് ഇങ്ങനെ ഞാൻ ഹെയർ ടൈ ചെയ്യുന്ന സാധനം എൻ്റെ കയ്യിലാണ്. ഞാൻ പോയി അതെടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ ഹെയർ ഒന്ന് കെട്ടി അയച്ചു. വലിയ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പം ഇത്ര പോലും വൃത്തി ഉണ്ടാകത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇത് ഓക്കെയാണ്. ആൻഡ് ഞാൻ ഈ ഒരു ജാക്കറ്റും കൂടി ഇടണം. എന്നാലും പുറത്ത് നല്ല തണുപ്പാണ്. ഈ ഒരു ബോയ് എപ്പോഴും ഇങ്ങനെ ചരിഞ്ഞടിക്കുന്നത്. ആക്ച്വലി നമുക്ക് ഊരി വൃത്തിയൊക്കെ കുത്താം, പക്ഷെ എനിക്കിപ്പോൾ വയ്യ. പെർഫ്യൂം കണ്ണിനകത്തോടെ കടിച്ചത്. ഓക്കെ, നമുക്ക് പള്ളിയിൽ പോയി വന്നിട്ട് കാണാം. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിക്കാം. പക്ഷേ ഓൾറെഡി സമയം പോയി. ഇപ്പം ഞാൻ ഇൻവെർട്ടർ ആയതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ നോക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഭയം കൂടെ പറഞ്ഞേക്കാം. കാരണം എങ്ങാനും ഞാൻ എടുത്തില്ലെങ്കിലും. അങ്ങനെ ആണെങ്കിൽ ഇത്രയോട് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ, മെറി ക്രിസ്മസ്. അപ്പോൾ പള്ളിയിൽ പോയി നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പള്ളിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു വെയിലൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ പള്ളി കഴിഞ്ഞ് വന്നു. ഞാൻ ആക്ച്വലി മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചില്ലായിരുന്നു. കാരണം തിരക്ക് പിടിച്ച് കൊടുത്ത് സമയം പോയതുകൊണ്ട് ജസ്റ്റ് ഒരപ്പം കഷ്ടി കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് ഇനി ഫുഡ് കഴിക്കണം. പിന്നെ ഞാൻ പറ്റുവാണെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലൊക്കെ കാണിച്ചു തരാം. വീട്ടിലത്തെ പോലെ അത്ര അടിപൊളിയൊന്നുമല്ല, പക്ഷെ ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മൾ രാവിലെ തിരക്ക് ഒഴിച്ച് പള്ളിയിൽ പോയതുകൊണ്ട് മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല. അപ്പം നമ്മൾ അതുകൊണ്ട് അപ്പം പിന്നെ അപ്പം ചൂടുന്നുണ്ട്. പിന്നെ കൈ ഇറങ്ങാനില്ല. ഓക്കെ, കണ്ട അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ മാവൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്പവും ബീഫ് കറിയും കഴിക്കാം. പിന്നെ അതുപോലെ വേറൊരു സാധനം ഉണ്ട് ഇവിടെ, വൈൻ. ഒരു 1.5 വർഷം പഴക്കമുള്ള വൈനാണ് നമ്മളിത് പൊട്ടിച്ചിട്ടുള്ളത്. ഇത് മുന്തിരി വൈനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതും പൊട്ടിക്കാം. ഞാൻ നീ ആദ്യം പൊട്ടിച്ചത്. എങ്ങനെയുണ്ട്? ഒരാളില്ല. ഓളാ നല്ല മണമുണ്ട്. ഞാൻ അങ്ങനെ ഇടും കേട്ടോ, കട്ട് ചെയ്യത്തില്ല. നമ്മള് രാവിലെ ഇപ്പൊ ഉച്ചയായി 12 മണിയല്ല, 1 മണിയാകുമ്പോഴും. അപ്പൊ നമുക്ക് പ്ലം കേക്ക് ഉണ്ട്. പക്ഷെ ഈ പ്ലം കേക്കിന് മുക്കാൽ തീർന്നാണ്, പക്ഷെ കുറച്ച് ബാക്കിയുണ്ട്. ആ പ്ലം കേക്കും വൈനും കഴിക്കാം. അന്ന് ഊറ്റ് തൽക്കാലം ഇങ്ങനെ വിട്ടെ. കേക്ക് വേണ്ട? കേക്ക് വേണം. സ്ട്രോങ് വൈകുന്നല്ലോ. ഇതിന്റെ നല്ല ടേസ്റ്റ്. പക്ഷെ ഒരു കേക്ക് കൊണ്ടുണ്ടല്ലോ. കേക്ക്
Good. നല്ല പോകുന്നു അല്ലേ? നല്ല കളർ. അത് എത്ര ഫിൽറ്റർ ആയിരുന്നുണ്ടാ? ഓക്കെ, അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം എനിക്ക് നല്ല അപ്പം, വെള്ളയപ്പം, പിന്നെ നല്ല എന്തെങ്കിലും പറയുന്നത് ബീഫ് അല്ല, കുരുമുളക് ആക്കിയിട്ട് നല്ല അടിപൊളി ബീഫ് കറി. ഇത് കോരാൻ കിട്ടുന്നില്ല. ഇവരിങ്ങനെ വാ തുറന്നാ ഇങ്ങനെയൊക്കെ സംസാരിക്കത്തുള്ളൂ, കാണുന്നവരെന്നല്ല, അതിലും വലിയ ഊളെ. മാറ്. ഓക്കെ, കണ്ടു. ഓക്കെ, നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കാൻ ഞാൻ ഓൾറെഡി കഴിച്ചു നോക്കില്ല രാവിലെ. അയ്യോ സോറി. ഫോട്ടോ വേണം, ഞാൻ കഴിച്ചു നോക്കാം. ആരുടെ ഫോണായാലും എന്ത്, എന്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. താങ്ക്സ്. ഈ ഫോൺ ഇവിടെ ഇരിക്കുന്നില്ലല്ലോ, എന്റെ ഫോൺ ആയതുകൊണ്ടാ. ഞാനുണ്ടാക്കിയ ബീഫ് കറി സൂപ്പർ. ഈ ഫോണാണെങ്കിൽ ഇരിക്കുന്നില്ല, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയ ബീഫ് കറി? ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ ഞാനാണ്. അപ്പൊ ഇതിനകത്ത് പകുതി അവകാശം എനിക്കുണ്ട്. ബീഫിന് അവകാശമുള്ളത് ആരാ ബീഫ്? ഓ ഞാൻ കഴിച്ചില്ല. ഹലോ ഗായ്സ്, അപ്പൊ ഞാനാണെങ്കിൽ സോറി ഗായ്സ്. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ആ വഴി പോയതാണ്. പട്ടി അതിപ്പോ വരില്ലേ? ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് അവിടെ പോയതാണ്. പിന്നെ ഞാൻ ആക്ച്വലി മറന്നുപോയി വ്ളോഗ് എടുക്കുന്ന കാര്യം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു, പിന്നെ റെസ്റ്റ് എടുത്തു. ഇപ്പം അടുത്ത തീറ്റയ്ക്ക് വന്നതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഞാൻ ഇനി അത് കാണിക്കുന്നില്ല, എന്താ കഴിക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗ് എന്തുണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എപ്പോഴൊക്കെ വരും ഇതുപോലെ വല്ലപ്പോഴൊക്കെ ആയിട്ട്. അപ്പം അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ എൻ്റെ ചാനൽ ആദ്യത്തെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ശരി, ബൈ.